ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയും പിന്നെ വെള്ളയപ്പമാണ് ഉണ്ട്. അപ്പോൾ ഇതാ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ വെച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചു നന്നായിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എനിക്കും മോനും നല്ല ഇഷ്ടമാണ്. അമ്മ അത്ര വലിയ ഇതായിട്ട് കഴിക്കില്ല, കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കറി തന്നെ ഉണ്ടാക്കണുള്ളൂ, എനിക്കും മോനുമായിട്ടുള്ളത്, പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഒരു ഫുൾ സ്പൂണില്ല അത്രയ്ക്ക് മുളക് പൊടി, എരിവ് അധികം കഴിക്കുന്നില്ല മുളക് പൊടി. പിന്നെ ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ കുക്കറിൽ നേരത്തെ കൂടി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ടു. അതിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, പക്ഷേ ഇത്തിരി വെള്ളം കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടിയെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനതൊന്ന് നന്നായി ഇളക്കി, ആവശ്യത്തിന് ഒത്തിരി കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വറ്റിക്കാം. അപ്പോൾ ഇതാ കറി നന്നായി വറ്റി വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൊടി ഇട്ടു. അപ്പോൾ ഇത്തിരി നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. വെള്ളം വിചാരിച്ച വേണ്ടി കൂടുതൽ ഇത്തിരി വറ്റാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത്തിരി വറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതാ വെള്ളയപ്പം ഞാൻ എന്താ ചട്ടി വെച്ചു. മാവ് നന്നായി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ മാവ് ഇതാ ഒഴിച്ച് ചുറ്റിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ഞാൻ അരച്ച് വെച്ചില്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അപ്പോൾ കുറച്ചൊരു നുള്ളു ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി നല്ലതാ സോഫ്റ്റ് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങളൊന്നും എനിക്കിന് കിട്ടാറില്ല, ആൾ ഭയങ്കര ഡിമാൻഡിലാണ് കിട്ടാറ്. പക്ഷെ ഇന്ന് നല്ല അടിപൊളി കിട്ടി.